നമസ്കാരം. ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ വരുന്നു. ശരിക്കും എൻ ഡി എയുടെ പ്രകടന പത്രിക ഇന്ന് 3 മണിക്കോ മറ്റോ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്, പ്രകാശനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലുപരിയായി കൊച്ചിയിൽ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. വികസന ഉദ്ഘാടനവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുമായിട്ട് വരുന്നത് 10,800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുടെ പോളിപ്രൊപ്പലിൻ യൂണിറ്റിൻ്റെ തറക്കല്ലിടൽ നിക്ഷേപം 5,500 കോടി. അപ്പോൾ കൊച്ചിക്ക് വലിയ ഒരു 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 എന്താണ് സന്തോഷം വരുന്ന ഒരു ദിവസമാണ്. ദേശീയപാത 66 തലപ്പാടി ചെങ്കള ആറുവരിപ്പാത ഉദ്ഘാടനം ചെലവ് 2,650 കോടി രൂപ. ചെറിയ പണമല്ല കേട്ടോ, എല്ലാം വലിയ തുകയാണ്. കോഴിക്കോട് വെങ്ങളം രാമാനാട്ടുകര 6 വരി ബൈപ്പാസ് ഉദ്ഘാടനം ചെലവ് 2,140 കോടി രൂപ. കേരളത്തിലെ 23 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനം. അമൃത് ഭാരത് പദ്ധതി വികസിപ്പിച്ച ഷൊർണൂർ കുറ്റിപ്പുറം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം. അത് എനിക്ക് വളരെ മനോഹരമായി കേരളത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാവുകയാണ്. പ്രേമേന്ദ്രൻ്റെ പങ്കുണ്ട്, അശ്വിനി വൈഷ്ണവൻ്റെ പങ്കുണ്ട്. ഞാൻ ഒരു കാലഘട്ടത്തിൽ ധരിച്ചിരുന്നത് ഇന്ത്യൻ റെയിൽവേ ചത്ത് ഇല്ലാതാകും. കാരണം അതിനകത്ത് ദിവസം കഴിയുന്തോറും റെയിൽവേ സമയത്തോടുന്നില്ല, ട്രെയിനൊക്കെ വളരെ പഴഞ്ചനാണ്, അത് വിറ്റ് തൊലഞ്ഞ് പോകും എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ അതിമനോഹരമായ രീതിയിലാണ് റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, ട്രെയിനിൻ്റെ കാര്യത്തിലാകട്ടെ, വന്ദേ ഭാരത് ഒത്തിരി ട്രെയിൻ വന്നു, ഹൈഡ്രജൻ ട്രെയിൻ വരുന്നു, ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, വലിയ സ്റ്റേഷനുകൾ വരുന്നു, സൗകര്യങ്ങളുള്ള സ്റ്റേഷനുകൾ വരുന്നു. മനോഹരം, അതിസുന്ദരമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ച അസൂയാവകമാണ്. അത് അശ്വിനി വൈഷ്ണവ് എന്ന മുൻ IAS ഭാവനാപൂർണമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. നമ്മളിവിടെ IAS IPS മത്സരിച്ച് അവരെ കൂവി തോപ്പിക്കും, അല്ലെങ്കിൽ നമ്മളവരെ എറിഞ്ഞ് തോപ്പിക്കും. ഈ ശ്രീധരനെയൊക്കെ കണ്ടില്ലേ, നമ്മൾ അങ്ങനെയാണ്. അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചു, ശ്രീധരൻ മത്സരിച്ചു, ജേക്കബ് തോമസ് മത്സരിച്ചു, ഒരുപാട് ആളുകൾ പല പാർട്ടിയിലും, ഞാൻ ഒരു പാർട്ടിയായിട്ടല്ല പറയുന്നത്, പല പാർട്ടിയിലും മത്സരിച്ചു. പക്ഷെ അവരെയൊന്നും നമ്മൾ പ്രയോജനപ്പെടുത്തത്തില്ല. അങ്ങനെ ഒരു കൾച്ചറല്ല നമുക്കിവിടെ ഉള്ളത്. പക്ഷേ വളരെ കൃത്യമായി ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ ഷൊർണൂർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനുകളുടെ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റേഷനുകൾ. വടകര സ്റ്റേഷൻ എത്ര മനോഹരമായിട്ടെന്നറിയാവോ? എല്ലാ സ്റ്റേഷനുകളും മനോഹരമാകുന്നു. വൈദ്യുതീകരിച്ച ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽ പാത സമർപ്പണം. പിന്നെ അതുപോലെ തന്നെ പാലക്കാട് പൊള്ളാച്ചി ട്രെയിൻ സർവീസിന് ഉദ്ഘാടനം. ഒരുപാട് കാര്യമുണ്ടല്ലോ. കൊല്ലം വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്ക് തറക്കല്ലിടൽ. അങ്ങനെ നിരവധി പദ്ധതികളാണ്. ഇന്ന് 10,800 കോടിയുടെ വികസനമാണ് അദ്ദേഹം നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഉച്ചയ്ക്ക് 12:30 കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും. 1:30 കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നടക്കുന്ന ചടങ്ങിലാണ് വികസന പദ്ധതിയുടെ ഉദ്ഘാടനം. സ്റ്റേഡിയം വളപ്പിലെ പന്തലിൽ NDA പൊതുസമ്മേളനവും നടക്കും. അത് 3 മണി മുതലാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ റോഡ് ഷോ ഉണ്ടായിരിക്കും. കൊച്ചിയിൽ ഇന്ന് റോഡ് ഷോ ഉണ്ട്. അങ്ങനെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കുറിക്കുന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. യോഗശേഷം പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകും. അപ്പോൾ വളരെ മനോഹരമായ രീതിയിലാണ് കേരളത്തിൽ ഒരു വലിയ കുറേ പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ രാഷ്ട്രീയ വൈര്യം മൂത്ത് പിന്നെ ഏതെങ്കിലും സ്റ്റേറ്റിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എതിർക്കുകയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാകട്ടെ, അത് റെയിൽവേ ആകട്ടെ, അതുപോലെ ഭാരത് പെട്രോളിയത്തിനാകട്ടെ, മറ്റ് സോളാറിൻ്റെ ആകട്ടെ, വളരെ മനോഹരമായിട്ടുള്ള 10,800 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അതുപോലെ തന്നെ NDAയുടെ പ്രകടന പത്രിക ഇന്ന് ഇറങ്ങും. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ 5 പരിപാടി ഇറങ്ങി. അവരുടെ പ്രകടന പത്രികയുടെ ഒരു സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പ്രമോ വന്നിരുന്നു. അതുപോലെ എന്താണ് NDA സഖ്യം സമൂഹത്തിൽ മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രിക എന്താണ്? അവർ എത്ര രൂപ കൊടുക്കും? മറ്റവർ ഇത്രയും കൊടുത്തപ്പോൾ ഇനി കൂടുതൽ അവർ കൊടുക്കുമോ? അവർ സ്ത്രീകൾക്ക് സൗജന്യമാക്കിയപ്പോൾ ഞങ്ങൾ പുരുഷന്മാർ കൂടി സൗജന്യമാക്കുമോ? അറിയില്ല. തമാശകളാണ് നടക്കുന്നത് ഒരു പരിധിവരെ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ രീതിയിലുള്ള പരിപാടിയാണ് നടക്കുന്നത് കൊച്ചിയിൽ ഇന്ന്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവിന് 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ 10,800 കോടി രൂപയുടെ വികസന പരിപാടികൾ, ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷം, അതുപോലെ തന്നെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ
ഭാഗമായി മധ്യമേഖല കൺവെൻഷനും പ്രകടന പത്രികയുടെ റിലീസും ഇന്ന് നടക്കുകയാണ്. അപ്പോൾ ഇനി വളരെ അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൂടി ആയിക്കഴിഞ്ഞാൽ ഓരോ മണ്ഡലത്തിലും ഓരോരുത്തരും വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ ഗവർണർ ആർലേക്കർ പങ്കെടുക്കുന്നുണ്ട്, രാജേന്ദ്ര ആർലേക്കർ പങ്കെടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർ റെയിൽവേ മന്ത്രി, അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഗവർണർ, മുഖ്യമന്ത്രി, റോഡ് ഗതാഗതത്തിൻ്റെ മന്ത്രി നിതിൻ ജയറാം ഗഡ്കരി, അതുപോലെ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം മന്ത്രി, പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷി, റെയിൽവേയുടെ അശ്വിനി വൈഷ്ണവ്, അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ, അജയ് തങ്ക, ഹർഷ് മൽഹോത്ര, കമലേഷ് പസ്വാൻ, ചന്ദ്രശേഖർ പത്മസാനി, അങ്ങനെ പിന്നെ സുരേഷ് ഗോപി, അതുപോലെ തന്നെ പിന്നെ ശ്രീപാദ് യെസ്സോ നായിക്, ശ്രീ വി സോമണ്ണ, അതുപോലെ തന്നെ ശ്രീ രവ്നീത് സിംഗ്, ജോർജ് കുര്യൻ, പിന്നെ കേരളത്തിലെ കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി, എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ മന്ത്രി, രാജീവിൻ്റെ പേര് ഇതിനകത്ത് കാണുന്നില്ല, അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഉമാ തോമസ് MLA, പിന്നെ രാജീവ് ചന്ദ്രശേഖർ. ഇങ്ങനെ വലിയ ഒരു സംവിധാനം അത് ഉണ്ട്. DD ന്യൂസിൽ ഇത് തത്സമയം കാണാനും കഴിയുമെന്നാണ് പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി വന്ന് വളരെ വലിയ ഒരു വികസന പദ്ധതികൾ, ഒന്നിലധികം വികസിത പദ്ധതികളാണ്. അപ്പോൾ വികസിത കേരളം എന്ന് പറയുന്നതിനകത്ത് ഇതുകൂടിയൊക്കെ വരുമായിരിക്കും. കേരളത്തിൽ 18,000 കോടി രൂപയുടെ പിന്നെ വികസന പദ്ധതികളാണ് ഇന്ന് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ധീവരസഭയുടേത് മൂന്നാമത്തെ വിഷയമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പിന്നെ NDAയുടെ പ്രകടന പത്രിക. ഇതെല്ലാം കേരളത്തിന് NDAയ്ക്ക് ഗുണം ചെയ്യുമോ? ഇപ്പോൾ സർവേകൾ കാണിക്കുന്നതനുസരിച്ച് ചില സർവേകൾ 1 മുതൽ 5 സീറ്റ് വരെ പറയുന്നു, ചിലർ 10 സീറ്റിൻ്റെ കഥ പറയുന്നു, ചിലർ 30 സീറ്റിൽ നിർണായകമായിരിക്കും BJP എന്ന് പറയുന്നു, അവർ 2ാം സ്ഥാനത്തെത്തുമെന്ന് പറയുന്നു, ചില സീറ്റുകളിൽ അവർ ജയിക്കുമെന്ന് പറയുന്നു. എന്തായാലും ഞങ്ങൾ ഭരണം പിടിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. 1 2 സീറ്റ് കിട്ടാനല്ല, ഞങ്ങൾ ഭരണം പിടിക്കാനാണ് മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ ആ ഭരണം പിടിക്കലിന് സഹായകമായി ഈ പരിപാടികളൊക്കെ വരുമോ, അതോ ഇതൊക്കെ വികസന പരിപാടികളായിട്ട് നിൽക്കുകയും ജനം അല്ലാതെ മാറി ചിന്തിക്കുമോ എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയമാണ്. എന്ത് സംഭവിക്കാം അവിടെ? ഒന്നല്ല, വലിയ ഒന്നല്ല, രണ്ടല്ല, അവിടെ പല കാര്യങ്ങളും സംഭവിക്കാം. കേരളം പോലുള്ള കൃത്യമായി മത രാഷ്ട്രീയ ജാതി ധ്രുവീകരണമൊക്കെ ഉള്ളൊരു സമൂഹമാണ് ഇവിടെ. മുസ്ലിം കൺസോൾട്ടേഷൻ്റെ വോട്ടുണ്ട്, ക്രിസ്ത്യൻ കൺസോൾട്ടേഷനുണ്ട്, സാമുദായിക കൺസോൾട്ടേഷനുകളുണ്ട്, അങ്ങനെ ഒരുപാട് കൺസോൾട്ടേഷനുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണിവിടെ. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരരാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഫാക്ടേഴ്സ്, ഇലക്ഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് മറ്റ് ഘടകങ്ങളാണ്. അതെല്ലാം മുറിച്ചു കടന്നുകൊണ്ട് നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ഒരു ഭരണം ഏറ്റെടുത്ത് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ കഴിയുമോ എന്നുള്ള വളരെ കൃത്യമായൊരു രാഷ്ട്രീയ ചോദ്യം കൂടി കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനങ്ങൾ ഉയർത്തുന്നുണ്ട്.